പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 34-ാം വാക്യം. അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ദൈവത്തിൻ്റെ ഈ വചനം നമുക്ക് ഓരോ ദിവസവും നമ്മെ നയിക്കുവാനുള്ള ഒരു വലിയ പ്രചോദനമാണ്. അവിടുത്തെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അടയാളം എന്താണ്? സ്വയം പരിത്യജിക്കുക, തന്നെ കുരിശെടുത്ത് ഈശോയുടെ അരികിലേക്ക് വരിക. ഇന്ന് കുരിശുകൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ പലപ്പോഴും വൈമനസ്യം കാണിക്കുന്നവരാണ് നമ്മളൊക്കെ. വിഷമം, ഭാരം, ദുഃഖം ഇവ കൊണ്ടൊക്കെ നാം തളർന്നു പോകുന്നു കുരിശുകൾ വരുമ്പോൾ. എന്നാൽ യേശു പറയുന്നു, സ്വയം തന്നെ പരിത്യജിക്കണം, പിന്നെ കുരിശ് വേണം. അതെ, നമുക്കെന്തിനാണ് കുരിശ് ജീവിതത്തിൽ അനുവദിച്ചത്? ദൈവത്തോടു കൂടെ ആയിരിക്കാനാണ്. അങ്ങനെ അനുഗമിക്കണമെങ്കിൽ നമുക്ക് കുരിശുകൾ കൂടിയേ തീരൂ. അപ്പോൾ നാമൊക്കെ കുരിശിനെ ആശ്ലേഷിക്കേണ്ടവരല്ലേ? സഹനങ്ങളെ സ്വീകരിക്കേണ്ടവരല്ലേ? ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുരിശുകളും സങ്കടങ്ങളും കടന്നു വരുമ്പോൾ അതിനെ പലപ്പോഴും വേദനയോടെ നോക്കി നിന്നുകൊണ്ട് ഇത് മാറ്റിത്തരണമേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറ്. എന്നാൽ ഇവിടെ ഈശോ പറഞ്ഞ വചനം എത്രയോ അത്ഭുതവാഹമാണ്. കുരിശുകളെ ആശ്ലേഷിക്കാൻ നമുക്ക് പഠിക്കണം. എനിക്ക് വേണ്ടി കുരിശ് വഹിച്ചവൻ, പീഡയേറ്റവൻ, ജീവൻ കൊടുത്തവൻ, ജീവൻ ആത്മാവും ശരീരവും വിശുദ്ധ കുർബാനിൽ നിത്യമായി ജീവൻ തന്നവൻ അവനെ നാം കുരിശുകളിലൂടെ കണ്ടുമുട്ടുമ്പോൾ ആ വേദനയുടെ കാഠിന്യം എത്രമാത്രമാണെന്നും ആ കാഠിന്യത്തിൽ അതല്ലെങ്കിൽ ആ ചെറിയ പങ്കുവെക്കലിൽ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളിലൂടെ അത് സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നുവെന്നും നമുക്ക് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു. കുരിശുകളെ സ്വാഗതം ചെയ്യാം, കുരിശുകളെ സ്വീകരിക്കാം, കുരിശുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം, ഏറ്റെടുക്കാം. എന്നാൽ അതിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുക മാത്രമല്ല, ഈശോയുടെ സഹനത്തിൽ പങ്കുകൊള്ളുക മാത്രമല്ല, അനേകരുടെ നൊമ്പരങ്ങളെ തിരിച്ചറിയുവാനും ഈ സഹനം നമ്മളിൽ അനുവദിക്കുന്നു. എന്നാൽ നമുക്ക് അവരോടൊപ്പം ആയിരുന്നുകൊണ്ട് അവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വേദനിക്കുന്നവരെ എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ ഒരു നല്ല സാമീപ്യം കൊണ്ട്, എൻ്റെ ഒരു നല്ല വാക്കുകൊണ്ട് ഒക്കെ അവരെ എനിക്ക് എങ്ങനെ കുരിശുകളുടെ മധുരം മനസ്സിലാക്കാൻ പഠിപ്പിക്കാൻ പറ്റും, അവരെ എങ്ങനെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും എന്ന് നമുക്ക് ഈ നിമിഷം ചിന്തിക്കാം. അങ്ങനെ മറ്റുള്ളവരിലേക്കും ദൈവസ്നേഹം പകുത്തു കൊടുക്കാം. ആ സ്നേഹത്തിൽ വളർന്ന് കർത്താവിലായിരിക്കുവാൻ എന്നെ ദൈവം സ്നേഹിക്കുന്ന പദ്ധതിയാണെന്ന് നമുക്ക് അതിനെ അനുമാനിക്കാം. ഇതിനായിട്ടാണ് നാമൊക്കെ ജനിക്കുന്നതും ജീവിച്ചതും ഇനി ആയിരിക്കുന്നതും ആയിരിക്കേണ്ടതും ഒക്കെ. ഈ വലിയ തിരിച്ചറിവ് ദൈവത്തിൻ്റെ ഒരൊറ്റ വചനത്തിലൂടെ നമ്മെ നോക്കി പറയുന്നു. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം, നിൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പുറകെ വരണം. അതേ ദൈവമക്കളെ, നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, അതിൻ്റെ ഭവ്യതയോടെ സ്വീകരിക്കാൻ പറ്റട്ടെ. ഈ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, ചേർത്ത് പിടിക്കാം. കുരിശുകളെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഒക്കെ നമ്മെ ദൈവം ശക്തിപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്.